പ്രൊഫസർ വേടനെ പറ്റി സംസാരിക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്റെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. ഓ സർ, ഉത്തരം തരാം. ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളുടെ ജാതി അറിയാം? നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരുടെയോ ഇടം വലം കൂടെ ഇരുന്ന കൂട്ടുകാരുടെയോ സഹയാത്രികരുടെയോ നിയമപാലകരുടെയോ രാഷ്ട്രീയക്കാരുടെയോ ജാതി അറിയാം? നിങ്ങളിന്ന് ഭക്ഷണം കഴിക്കുന്നത് റെസ്റ്റോറന്റ് കുക്കിന്റെ ജാതി നോക്കിയിട്ടാണോ? അതെ, നമുക്ക് നമ്മുടെ സുഹൃത്തിന്റെ ജാതി അറിയില്ല, അതുകൊണ്ട് ജാതിയില്ല. നിങ്ങൾക്ക് നിയമപാലകരുടെ ജാതി അറിയാമോ? ഇല്ല, അതുകൊണ്ട് ജാതിയില്ല. നിങ്ങൾ റെസ്റ്റോറന്റിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ജാതി നോക്കിയാണോ കഴിക്കുന്നത്? അല്ല, അതുകൊണ്ട് ജാതിയില്ല. പിന്നെ എവിടെയാണ് ഈ ജാതി? ദേ ഇവിടെ, ദേ ഇവിടെയും, പിന്നെ ഇവിടെയും, ദാ ഇവിടെയും. ഇങ്ങനെ എത്ര എണ്ണം വേണം സുഹൃത്തെ അങ്ങേക്ക്? കണ്ണു തുറന്നു നോക്കിക്കോളൂ, എവിടെയാണ് ജാതി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം. വിവാഹാലോചന സമയം ജാതി പറയുന്ന കാർന്നോന്മാർ പിന്നെ നമ്മുടെ സാക്ഷാൽ സുരേഷ് ഗോപിയും കലാമണ്ഡലം സത്യഭാമയും അല്ലാതെ വേറെ ആരാണ് ഇവിടെ ജാതി പറയാറ്? സത്യഭാമയും സുരേഷ് ഗോപിയും മാത്രമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ജാതിയത പറയുന്നത്. ബാക്കി ഈ കാസ്റ്റ് അട്രോസിറ്റീസ് എല്ലാം നടക്കുന്നത് പാരലൽ വേൾഡിലാണ് കേട്ടോ. നിങ്ങൾ പറയാറുണ്ടോ? പക്ഷെ ഇന്ന് ഒരു റാപ്പർ ഘോരഘോരം പാടുന്നത് വർണ്ണ വിവേചനത്തിന്റെ വരികളാണ്. അതെ, വർണ്ണ വിവേചനത്തിനെ കുറിച്ച് തന്നെയാണ് പാടുന്നത്. ഇവിടത്തെ അധികാര വ്യവസ്ഥ മാറണമെന്ന് പാടുമ്പോൾ, ഇവിടെ നിലനിൽക്കുന്ന ജാതീയതയ്ക്കെതിരെ പാടുമ്പോൾ എന്തിനാണ് ബ്രോ കേറി അങ്ങ് പൊള്ളുന്നത്? ജാതി പറയരുത് എന്ന് പറയുന്നതും കിട്ടാനുള്ള സകല സൗഭാഗ്യങ്ങളും ചോദിച്ചു വാങ്ങുന്നതും ഈ താഴ്ന്ന ജാതിക്കാര് എന്ന് സ്വയം പറയുന്നവർ തന്നെയല്ലേ? അങ്ങനെ വാ, ഇപ്പോഴല്ലേ ഇതിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായത്. താഴ്ന്ന ജാതിക്കാരാണ് അപ്പോൾ ജാതി പറയുന്നത്. അവർക്ക് കിട്ടുന്ന സംവരണം അവർ സ്വയം ജാതി ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കി വാങ്ങുന്നതാണ്. അതൊരു നല്ല പോയിന്റ് ആണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ, വളരെ പാവപ്പെട്ടവനായ ഒരു ജനറൽ കാറ്റഗറി കുടുംബം, മറുവശത്ത് അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള SC ST OBC കുടുംബം. സർക്കാർ നിയമം അനുസരിച്ച് പാവപ്പെട്ടവനായ ജനറൽ കാറ്റഗറിയിലെ കുടുംബങ്ങൾക്ക് ഒരു സംവരണവുമില്ല. പക്ഷെ പണമുള്ള സംവരണ യോഗ്യർക്ക് സർക്കാർ ജോലി, സ്റ്റൈപ്പൻഡ് എവിടെയും 8% സംവരണം ഉറപ്പാണ്. വിഡ്ഢികൾ വിഡ്ഢിത്തരം പറയുമ്പോൾ ചില വിഡ്ഢിത്തരങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യണം. ചില വിവരക്കേടുകൾ നമ്മൾ തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളയണം. കാരണം റിസർവേഷൻ എന്നാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനമല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്ന ആളുകളെല്ലാം ഞാൻ ഈ ഗണത്തിലേ കൂട്ടുന്നുള്ളൂ. നന്നായി പഠിക്കുന്ന കുട്ടികൾ ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് സംവരണമുള്ള അവരെക്കാളും പഠിക്കാൻ മോശമായ കുട്ടികൾക്ക് അഡ്മിഷൻ, ജോലി തുടങ്ങിയവ ലഭിക്കുന്നു. ഈ കാരണം കൊണ്ട് തന്നെ ചില ജനറൽ കാറ്റഗറി ആളുകൾക്കും ജോലി, അഡ്മിഷൻ തുടങ്ങിയവ ലഭിക്കാതെ പോയിട്ടുമുണ്ട്. എവിടെയാണ് അങ്ങനെ ലഭിച്ചത്? റിസർവേഷൻ കിട്ടുന്ന കുട്ടികളെല്ലാം കഴിവില്ലാത്തവരാണെന്ന് താൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? താൻ ഏത് പഠനം റിഫർ ചെയ്താണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്? ഈ പറഞ്ഞതിന്റെ ഡാറ്റ എന്താണ്? എനിക്ക് അയച്ചു തരൂ, ഞങ്ങളൊന്ന് വായിച്ചു നോക്കട്ടെ. ഇദ്ദേഹത്തിന്റെ തെളിവുകളാണ് അനോണിമസ് റെഡിറ്റ് പോസ്റ്റുകളും ട്വീറ്റുകളും. സത്യത്തിൽ സവർണനാണോ അവർണറാണോ ജാതി പറയുന്നത്? അപ്പോൾ ഇദ്ദേഹത്തിന്റെ അറിവനുസരിച്ച് ജാതി പറയുന്നത് അവർണറാണ്. അവർണർ സ്വയം ജാതി പറഞ്ഞ് സ്വയം ജാതി അട്രോസിറ്റീസ് ഏറ്റുവാങ്ങുകയാണ് ഗൈസ്. സകല സൗഭാഗ്യങ്ങളും ആനുകൂല്യങ്ങളും സംവരണവും വേണം, പക്ഷെ ജാതി പറയാൻ പാടില്ല എന്ന കണ്ടീഷൻ. സകല സൗഭാഗ്യങ്ങളും സത്യം. കുതിരപ്പുറത്ത് കയറുന്നതിന് തല്ലുകൊള്ളുക, കൊല്ലപ്പെടുക. വെള്ളം കുടിച്ചതിന് കൈ തല്ലി ഒടിക്കപ്പെടുക. നടക്കാനായി പ്രത്യേകം വഴികൾ ലഭിക്കുക. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത സൗഭാഗ്യങ്ങളാണ് ഇയാൾ അവരിൽ കാണുന്നത്. പോട്ടെ ബ്രോ, പറഞ്ഞ കാര്യത്തിന് ഞാൻ ഡാറ്റ ചോദിക്കുന്നില്ല, കാരണം തന്നെ കൊണ്ട് തരാൻ കഴിയത്തില്ല ഞങ്ങൾക്കറിയാം. എന്നാലും ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചേക്കണേ. ജനറൽ കാറ്റഗറി വീട്ടിലെ ഒരു കുട്ടി IAS നേടിയാൽ വാർത്തയാവില്ല, പക്ഷേ നല്ല മാർക്ക് നേടിയാലും ഒരുപക്ഷെ കൊല്ലപ്പെട്ടാലും ഒരിക്കലും വലിയ വാർത്തയാവില്ല. പക്ഷെ അതേസമയം ഒരു ദളിത് സംവരണമുള്ള കുടുംബമാണെങ്കിൽ അവിടെയാണ് ഇതൊക്കെ നടക്കുന്നത് എങ്കിൽ വലിയ വാർത്തയാവും, മാപ്രകൾ പറന്നെത്തും. ജനറൽ വീട്ടിലെ കുട്ടികൾ IAS നേടിയാൽ വാർത്തയാകില്ല, കൊല്ലപ്പെട്ടാൽ വാർത്തയാകില്ല. ശരിക്കും ഏതോ കോൺസ്പിറസി പാരലൽ വേൾഡിൽ തന്നെയാണ് ഇയാൾ ജീവിക്കുന്നത്. അല്ല, ഈ ജാതി കൊലപാതകങ്ങളിൽ പെട്ടുപോയ ജനറൽ കാറ്റഗറി ആരായിരിക്കും ബ്രോ? അങ്ങനെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ താഴ്ന്ന ജാതിക്കാരനൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചതിന്റെ പേരിൽ നടന്ന ഓണർ കില്ലിംഗ് ആയിരിക്കും. എന്തുകൊണ്ട് ഒരു ദളിത് കുട്ടി IAS നേടുമ്പോൾ ആഘോഷിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം വിഡ്ഢിത്തരങ്ങൾ വീഡിയോയിൽ വന്ന് പറയില്ലായിരുന്നു. ഇന്ന് ജനറൽ എന്നോ സവർണൻ എന്നോ അവർണൻ എന്നോ ഭേദമില്ലാതെ ആളുകൾ വളർന്നു കഴിഞ്ഞു. ആർക്കും എന്തും ധരിക്കാം, ഭക്ഷിക്കാം, അമ്പലത്തിൽ കയറാം, ആരെയും വിവാഹം കഴിക്കാം, എവിടെയും താമസിക്കാം, ഏത് ജോലിയും ചെയ്യാം എന്ന അവസ്ഥയുണ്ടായി. നമ്മുടെ നാട്ടിലും സംവരണം വേണ്ടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതാണ് സ്ഥിതി. നിങ്ങൾ ഉത്തരം ചിന്തിച്ചു നോക്കിക്കേ. ഇങ്ങനെ ആളുകൾ വളർന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞതിന്റെ ഡാറ്റ കൂടി വേണം.
കാരണം ഞങ്ങൾ വായിച്ചിട്ടുള്ള ഒരു സ്ഥലങ്ങളിലും ഒരു ഡാറ്റയിലും സവർണനേക്കാൾ മുകളിൽ അവർണർ ഒരിടത്തും എത്തിയിട്ടില്ല. ഇവിടെ അധികാര ഇടങ്ങളായാലും ഈവൻ സുപ്രീം കോർട്ടായാലും ബഹുഭൂരിപക്ഷവും സവർണർ തന്നെയാണ്. അപ്പോൾ എവിടെയാണ് ഈ പറയുന്ന ആൾക്കാർ ഈക്വലി വളർന്നത്? ഇവിടെ വേടൻ പറയുന്നത് വെറും രാഷ്ട്രീയ നേട്ടത്തിന്റെ വരികൾ മാത്രമല്ലേ? നിങ്ങളിത് കേൾക്കാൻ പോകുന്നത് ഇന്ന് പൂർണ്ണമായി നശിച്ചുകൊണ്ടിരിക്കുന്ന ജാതി വിവേചനത്തിന്റെ രാഷ്ട്രീയ നേട്ടങ്ങളുടെ, വേടന്റെ തന്ത്രങ്ങളുടെ, ഇരുണ്ട വശങ്ങളുടെ കാലം പ്രതികഥകളാണ്. അതിനോടൊപ്പം തന്നെ ഇതല്ല സ്ഥിതി എന്ന് പറയുന്നതിനുള്ള ഡാറ്റയും കൂടെ അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തരണം. ചുമ്മാ വായ്ത്താളം അടിച്ചാൽ പോരല്ലോ. പൂർണ്ണമായി ജാതി വിവേചനം നശിച്ച ആ പാരലൽ ലോകത്തേക്കുള്ള വഴി ഞങ്ങൾക്ക് കൂടി അങ്ങൊന്ന് കാണിച്ചു തരണം. മിസ്റ്റർ, നിങ്ങളിപ്പോൾ പറഞ്ഞതിൽ തന്നെ കൃത്യമായ ജാതി അധിക്ഷേപമുണ്ട്. റിസർവേഷൻ കിട്ടുന്ന കുട്ടികൾ കഴിവില്ലാത്തവരെന്ന് പറയുന്നു. അവർണറാണ് ജാതീയത പറയുന്നതെന്ന് പറയുന്നു. റിസർവേഷൻ വേണ്ട, ഇവിടെ എല്ലാവരും ഈക്വൽ ആണെന്ന് പറയുന്നു. ഈ സമൂഹത്തിൽ ഇപ്പോൾ ജാതി എവിടെയാണെന്ന് ചോദിക്കുന്നു. എവിടെ ഇതിന്റെ ഡാറ്റയോ തെളിവുകളോ ഒക്കെ? ഏതോ സിനിമയിൽ കൊച്ചിൻ ഹനീഫ പറയും പോലെ ഡാറ്റയോ? നമ്മൾ പതിവുകാരായതുകൊണ്ട് വായുലെഴുതി കൂട്ടും. താങ്കളുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ സാധൂകരിക്കാൻ ഒരു തേങ്ങയും താങ്കളുടെ കയ്യിലില്ല. ഈ വീഡിയോയും വേണമെങ്കിൽ താങ്കൾ മുൻപ് ചെയ്തിരുന്നത് പോലത്തെ യാതൊരു തെളിവുകളുമില്ലാത്ത കോൺസ്പിറസി വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഞാൻ ചോദിച്ച ഡാറ്റകൾ ഉണ്ടെങ്കിൽ മറുപടി തരാം. എന്തായാലും പ്രതീക്ഷിക്കുന്നില്ല.